മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മണികണ്ഠൻ നായകനായി അഭിനയിക്കുന്ന അയാൾ ജീവിച്ചിരിപ്പുണ്ട് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വ്യാസൻ കെ പി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിജയ് ബാബുവാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിജയ് ബാബുവാണ് ഇന്നത്തെ മോർണിംഗ് ഷോയിൽ നമ്മുടെ അതിഥി. ശ്രീ വിജയ് ബാബു, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഒരു ഏറ്റവും സന്തോഷമുള്ള സമയത്ത് ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം സംഭവിക്കുകയാണ് അല്ലേ. അങ്കമാലി ഡയറീസിൻ്റെ വലിയ വിജയത്തോടൊപ്പമാണ് നായകനായി അഭിനയിക്കുന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഈ രണ്ട് മധുരവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയുണ്ട്? അത് രണ്ട് മധുരം ഒരുമിച്ചെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ആൻഡ് അങ്കമാലി ഡയറീസ് നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു. അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അതായത് ഗോവയിൽ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഗോവ ചിത്രീകരിച്ച വേറൊരു സിനിമ ഉണ്ടാവുന്നു. മണികണ്ഠനും ഞാനും. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് തലങ്ങളിൽ നിന്നുള്ളവരാണ്. അതായത് പേഴ്സണലി ആൻഡ് ഈ സിനിമയിലും. അതായത് ഇപ്പം മണികണ്ഠൻ പേഴ്സണലിയും മുരുകൻ പുള്ളി എന്ന മുരുകൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഞാൻ ചെയ്യുന്ന അയാൾ ജോൺ മാത്യു മാത്തൻ എന്ന കഥാപാത്രവും തമ്മിൽ യാതൊരു രീതിയിലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾ സംസാരിക്കുന്ന രീതിയാണെങ്കിലും നടക്കുന്ന രീതി, സ്വഭാവം, ഇത് സോഷ്യൽ സർക്കിൾ, ഇതൊന്നും ഒരു രീതിയിലും ഒരു ബന്ധമില്ലാത്തവരാണ്. അപ്പം രണ്ട് തലങ്ങളിൽ നിന്നും വരുന്ന രണ്ട് പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ സിനിമ പറയുന്ന ഒരു പോയിന്റ്. അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് ടെൻഷൻ അനുഭവിച്ച് ചെയ്ത സിനിമയാണ്. മറ്റുള്ള 7 സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു റൈറ്റ്സും കൊടുക്കാതെ പുട്ടിങ് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാ റിസ്ക്കും എടുത്ത് ചെയ്തൊരു സിനിമയാണ്. അത് ഇങ്ങനെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറിയതിൽ വളരെ സന്തോഷം. ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്കാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. അത് ഡബിൾ സന്തോഷം. മണികണ്ഠൻ സംസ്ഥാന പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുന്നു. ആ ഒരു സന്തോഷം കൂടിയുണ്ട്. ഒരു മണികണ്ഠൻ്റെ ഈ ഒരു ഒപ്പമുള്ളൊരു അഭിനയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു ഭാവിയുടെ താരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു നിർമ്മാതാവ് എന്ന നിലയിലൊക്കെ പ്രതീക്ഷിക്കുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കമ്മാട്ടിപ്പാടം കണ്ടപ്പോൾ വിചാരിച്ചത് രാജീവേട്ടൻ ഒരു കറക്റ്റ് ഗുണ്ടയെ തന്നെ ഈ റോളിലിട്ടല്ലോ. വളരെ ഒരു ആപ്റ്റ് കഥാപാത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ പുള്ളി എനിക്കറിയില്ല. പക്ഷേ ഈ അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന സെറ്റിൽ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മണികണ്ഠനെ കാണുന്നത്. ഒരു പാവം മനുഷ്യൻ, നല്ല സ്നേഹവും വിനയവും ഒക്കെ ഉള്ള ഒരു പാവം മനുഷ്യൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളാണോ ഈ ബാലൻ ചേട്ടൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് മിനിമം ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. ബിക്കോസ് ഹീ വാസ് ലൈക്ക് ലിവിങ് ആസ് ബാലൻ ചേട്ടൻ. ബിക്കോസ് അത്ര അവരുടെ സ്വഭാവം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി വെറും പാവം, വളരെ കഷ്ടപ്പെട്ട് വളരെ ഒരു പാവപ്പെട്ട രീതിയിൽ നിന്നും മേളിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അയാളാണ് ഈ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ, ഇത്ര സ്ട്രോങ് കഥാപാത്രത്തെ അവതരിപ്പിച്ചെങ്കിൽ അയാൾക്ക് മിനിമം ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടിയേ പറ്റൂ. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ആസ് മുരുകനിൽ ഒരുപാട് മണികണ്ഠനുണ്ട്. മുരുകൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആപ്റ്റ് കാസ്റ്റിംഗ് ആണ് ഈ സിനിമയിൽ. കാരണം വ്യാസൻ എന്ന് പറയുന്ന ഡയറക്ടർ ഒരുപാട് ഈ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ ഈ കോൺട്രാസ്റ്റ് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഈ രണ്ട് കഥാപാത്രങ്ങൾ, അതായത് ജോൺ മാത്യു മാത്രം എന്ന് പറയുന്ന കഥാപാത്രവും മുരുകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും കോൺട്രാസ്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആപ്റ്റ് കാസ്റ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അത് ഞാൻ ആ സെറ്റിൽ അന്ന് 2ാം ദിവസമാണ് എനിക്ക് മനസ്സിലായത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല, സ്വഭാവത്തിലോ ഭാവത്തിലോ രൂപത്തിലോ ഒരു ബന്ധമില്ല. അപ്പോൾ ആ കോൺട്രാസ്റ്റ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ട് മുരുകൻ എന്ന കഥാപാത്രത്തിൽ എനിക്ക് തോന്നിയത് ഒരുപാട് മണികണ്ഠൻ ഉണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്തതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടേണ്ടതാണെങ്കിൽ അതിനെ സ്വീകരിക്കുക എന്ന രീതിയിലേക്ക് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണഭോക്താവും ഏറ്റവും നന്നായി അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളുമാണ് താങ്കൾ.
ആ രീതിയിൽ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തതയുടെ ഒരു മൊത്തത്തിൽ വ്യത്യസ്തതയുടെ ഒരു ഹോൾസെയിൽ ഡീലർഷിപ്പായി അങ്ങ് വന്നു. അതിൻ്റെ കൂടെയാണ് ഈ സിനിമ ഏതൊക്കെ രീതിയിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ട് മാർക്ക് ചെയ്യപ്പെടുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ സിനിമ ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ആയിരിക്കും. ഇതൊരു ഗോവയിലേക്ക് നമ്മളൊരു ഹോളിഡേ പോകുന്നൊരു മൂഡാണ്. അതായത് നമുക്ക് ഒരു 2 മണിക്കൂർ റിലാക്സ് ചെയ്തിരുന്ന് ലെറ്റ്സ് ഗോ ഫോർ എ ഹോളിഡേ ടു ഗോവ എന്നുള്ളൊരു മൂഡ് ഡെഫിനറ്റ്ലി ഓഡിയൻസിന് തരും. ഗോവ ഇത്രയും മനോഹരമായിട്ട് ഒരു മലയാള സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എൻ്റെ സിനിമയായിട്ട് പറയുന്നതല്ല. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ. ബിക്കോസ് നമ്മൾ ഗോവ എന്ന് പറയുമ്പോൾ നമ്മൾ പനാഞ്ചിയോ അല്ലെങ്കിൽ ഒരു മെയിൻ സിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ മെയിൻ സെൻറ്റേഴ്സിനെ കുറിച്ചോ പറയുള്ളൂ. ഈ സിനിമ നമ്മളെ കൊണ്ടുവന്നത് ഗോവയുടെ ഇൻറ്റീരിയേഴ്സിലേക്കാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഗോവ. അതിലേക്ക് 2 വ്യത്യസ്ത തലങ്ങളിൽ ഉള്ളവർ ഒരു യാത്ര പോവുകയാണ്. അപ്പം ലെറ്റ്സ് ഗോ ഫോർ എ ട്രിപ്പ് ടു ഗോവ എന്നാണ് എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഗോവ ഒരു ആഘോഷങ്ങളുടെ സ്ഥലമാണ്. മത്സ്യത്തൊഴിലാളിയാണ് മുരുകൻ. ജോൺ മാത്യു മാത്തൻ എന്ന് പറയുന്ന വ്യക്തി എഴുത്തുകാരനാണ്. ഇവരുടെ ഈ ഒരു കോമ്പിനേഷനും ഗോവയും അതിൻ്റെ പശ്ചാത്തലം സിനിമയുടെ സസ്പെൻസ് പൊളിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ചേരുവകൾ ഒരുമിച്ച് ചേരുന്നതെന്ന് പറയാമോ? അല്ല, ജോൺ മാത്യു മാത്തൻ എന്ന് പറയുന്നൊരു ബുക്കർ പ്രൈസ് വിന്നിങ് റൈറ്ററാണ്. ഒരു ബുക്ക് എഴുതി അതിന് ബുക്കർ പ്രൈസ് വിൻ ചെയ്തു. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന ഇഷ്യൂവിൽപ്പെട്ട് പുള്ളി അടുത്ത ബുക്ക് എഴുതാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുരുകൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ ഗോവയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അപ്പം അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പം അതിലൂടെ ഇവർ രണ്ടുപേരും അവരുടെ ദ വേ ദേ ലുക്ക് അറ്റ് ലൈഫ് അത് തിരിച്ചറിയുകയാണ്. മുരുകന് ജോൺ മാത്യു മാത്തൻ ഒരു അത്ഭുതമാണ്. ബിക്കോസ് ഇങ്ങനെ ആൾക്കാരുണ്ടോ, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന്, ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ. ജോൺ മാത്യു മാത്തന് മുരുകൻ ഒരു അത്ഭുതമാണ്. അതായത് ഇതെന്താണ്, ഇതാണോ ലൈഫ്, ഇങ്ങനെയുള്ള ആൾ. അപ്പോൾ ആ രണ്ട് കോൺട്രാസ്റ്റിങ് ആൾക്കാർ തമ്മിലുള്ള ലൈഫിനെ തിരിച്ചറിയലാണ് അയാൾ ജീവിച്ചിരുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. നമ്മൾ പണ്ടൊക്കെ നായകനെ നോക്കി സിനിമ കാണാൻ പോകാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സംവിധായകൻ്റെ പേര് പോലും ശ്രദ്ധിച്ച് സിനിമയ്ക്ക് പോയി തുടങ്ങി. പക്ഷേ നിർമ്മാതാവിൻ്റെ പേര് ശ്രദ്ധിച്ച് സിനിമയ്ക്ക് പോകാൻ തുടങ്ങുന്ന ഒരു ട്രെൻഡ് ഈ അടുത്താണ്. അത് ഫ്രൈഡേ ഫിലിം ഹൗസിന് അതിനൊരു പ്രധാനപ്പെട്ട റോളും ഉണ്ട്. അപ്പോൾ ഒരു ഇത്തവണ ഈ അങ്കമാലി ഡയറീസ് ഹിറ്റാകുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കും ഈ പ്രൊഡ്യൂസർക്ക് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ആ റോള് സക്സസ് ആയി എന്ന് ഇപ്പം മനസ്സിലൊരു തോന്നലുണ്ടോ? അല്ല, ദാറ്റ് വാസ് ദ ഒബ്ജക്റ്റീവ്. നല്ല വ്യത്യസ്തമായ സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് തന്നെ. വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുക, നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കുക. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ് ത്രൂ ഔട്ട് മൈ ലൈഫ്. അപ്പോൾ അതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടം വരെ എത്തിയത് തന്നെ ഭാഗ്യം, ദൈവഭാഗ്യം, സന്തോഷം. ഇനിയും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യും. ഉദ്ദേശം അത് തന്നെയായിരുന്നു. നല്ല ഒരു ബ്രാൻഡ്, അതായത് പ്രൊഡ്യൂസർ. പണ്ട് 80കളിൽ ഇങ്ങനെ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ഉദയ, നവോദയ എന്നൊക്കെ പറയുന്ന പോലെ പ്രൊഡ്യൂസറുടെ നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു ബാനറിൻ്റെ പടം കാണാൻ ആളുകൾ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സിനിമകൾ ചെയ്തത്. വലിയ ബഡ്ജറ്റ്സ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കൊച്ചു സിനിമകളിൽ തുടങ്ങി, കൊച്ചു സിനിമകൾ ചെയ്തു. ഇനിയിപ്പോൾ വ്യത്യസ്തമായ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കും നല്ല സിനിമകൾ കാണാൻ, നല്ല സിനിമകളിൽ അഭിനയം കാണാൻ ഒക്കെ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ, പ്രേക്ഷകർക്കും ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാ ആശംസകളും നേർന്നു. നല്ല മത്സരം നടക്കട്ടെ, നല്ല റിസ്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ അതിഥിയായി വന്നതിന്.